അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഅ്മിനീങ്ങളെ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ബഹുമാനപ്പെട്ട അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ നമ്മെ പഠിപ്പിക്കുന്ന മുത്തുനബിയുടെ ഒരു ഹദീസ് ഓർമ്മപ്പെടുത്തുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി പറയുന്നു, മൻ അഗാസ മൽഹൂഫൻ ഗഫറല്ലാഹു ലഹു 73 മഗ്ഫിറ. ഒരു മനുഷ്യൻ, ഒരു മുഅ്മിൻ, ഒരു പാവപ്പെട്ടവന് അല്ലെങ്കിൽ ഒരു മുഅ്മിനിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി എന്തെങ്കിലും അവനിലാകുന്ന രീതിയിൽ ഒരാൾക്ക് സഹായം ചെയ്തു കൊടുത്തു എന്നുണ്ടെങ്കിൽ, അതായത് ഒരാളുടെ വിഷമത്തിൽ ഒരു മുഅ്മിൻ പോയി കൂട്ടിച്ചേർന്നു, അവനെ എങ്ങനെങ്കിലും സന്തോഷിപ്പിക്കണം എന്ന് കരുതി അവനെ കൂടെ നിന്നാൽ, ആ കൂടെ നിൽക്കലൊക്കെയും റബ്ബിന് വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ അടിമയാണ്. അവനെയും എന്നെയും നോക്കുന്നത് റബ്ബാണ്. അവനിക്കും വിഷമം നൽകിയത് റബ്ബാണ്. നാളെ എനിക്കും ഇങ്ങനെയുള്ള വിഷമം നൽകാൻ അള്ളാഹുവിന് അധികാരമുണ്ട്. ഇപ്പോൾ എന്നെ അള്ളാഹു പരീക്ഷിക്കുകയാണ്. അപ്പോൾ അവനിക്കൊരു വിഷമം വന്നപ്പോൾ അവനെ കൂടെ നിൽക്കൽ എൻ്റെ ബാധ്യതയാണെന്ന് കരുതി, ഇത് അള്ളാഹു പൊരുത്തപ്പെടുന്ന വിഷയമാണെന്ന് കരുതി അവരെ കൂടെ നിന്നാൽ അള്ളാഹു നൽകുന്നത് ചെറുതൊന്നുമല്ല. ഗഫറല്ലാഹു ലഹു 73 മഗ്ഫിറ. അള്ളാഹു അയാൾക്ക് 73 പ്രതിഫലങ്ങൾ, മഗ്ഫിറത്തുകൾ അള്ളാഹു അവനിക്ക് നൽകുകയാണ്. അതായത് ധാരാളം മഗ്ഫിറത്ത്, റഹ്മത്തുകൾ, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നിഅമത്തുകൾ ഇറങ്ങുകയാണ്. ഒരു ചെറിയൊരു സന്തോഷം ഒരാൾക്ക് നൽകിയാൽ അതിൻ്റെ ഇരട്ടി അള്ളാഹു ദുനിയാവിൽ ഇവനിക്ക് സന്തോഷം നൽകുകയാണ്. വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. ഒരു മുഅ്മിനിനെ നമ്മുടെ കാരണം കൊണ്ട് ഒരു മുഅ്മിൻ സന്തോഷിച്ചാൽ അതിൻ്റെ പിന്നാലെ നമുക്ക് വരാൻ പോകുന്നത് ഒരു 70 ചില്ലാന സന്തോഷമാണെന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. എന്നിട്ടും മുത്തനബി നിർത്തിയില്ല. വാഹിദത്തു മിൻഹ സ്വലാഹു ദീനിഹി വദുനിയാഹു വസിൻതാനി വസബഊന ലഹു ഇൻദല്ലാഹി യൗമൽ ഖിയാമ. ഈ 70 ചില്ലാന റഹ്മത്ത് അവനിക്ക് കിട്ടൂ എന്ന് പറഞ്ഞത്, അതിൽ ഒരംശം മാത്രമേ ദുനിയാവിൽ അല്ലാഹു നൽകുകയുള്ളൂ. അത് തന്നെ അവനിക്ക് മതി. അവൻ്റെ ദുനിയാവിൻ്റെ കാര്യത്തിലും അവൻ്റെ ദീനിൻ്റെ കാര്യത്തിലും അവനക്ക് അതിൻ്റെ പിന്നാലെ വലിയ സന്തോഷം, റഹ്മത്തുകൾ, നിഅമത്തുകൾ അള്ളാഹു നൽകുകയാണ്. ആ 70 ചില്ലാന ബാക്കിയുള്ളതൊക്കെയും നാളെ അള്ളാഹു ഖിയാമത്ത് നാളിൽ ബാക്കി വെക്കുകയാണ്. കാരണം അവിടെ ധാരാളം നിഅമത്ത് വേണമല്ലോ. ആ ആഖിറത്തിൽ വലിയ റഹ്മത്തുണ്ടാകണമല്ലോ. ആ നിഅമത്തും റഹ്മത്തൊക്കെ കിട്ടിയാലല്ലേ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സ്വർഗത്തിലേക്ക് കടക്കാൻ വേണ്ടി, ആഖിറത്തിൻ്റെ വിജയത്തിനു വേണ്ടി ഇവൻ ഒരു പാവപ്പെട്ടവനെ സഹായിച്ചതിൻ്റെ പേരിൽ അള്ളാഹു നൽകുന്ന പ്രതിഫലം, 70 ചില്ലാന പ്രതിഫലത്തിൽ ഒരു ചെറിയ ഭാഗം ദുനിയാവിൽ അള്ളാഹു നൽകിയിട്ട് ബാക്കിയുള്ളതൊക്കെയും അള്ളാഹു നാളത്തേക്ക് വേണ്ടി അത് എടുത്തു വെക്കുകയാണ്. മുത്തനബിയാണ് പറയുന്നത്. ഇത് വെറുതെയൊന്നുമല്ല. മുത്തനബി പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ടാകും, ഉറപ്പാണ്. അപ്പം ഇതുകൊണ്ട് വളരെ ഗൗരവത്തോട് നാം മനസ്സിലാക്കേണ്ടത്, നമ്മളെ ദുന്യവിയായ ജീവിതത്തിൽ, നമ്മുടെ ദീനിയായ ജീവിതത്തിലും നമ്മുടെ ആഖിറമായ ജീവിതത്തിലും ഇതൊക്കെയും സന്തോഷകരമായൊരു ജീവിതം ഉണ്ടാകണമെങ്കിൽ മറ്റുള്ളവരെ സന്തോഷത്തിൽ നാം പങ്കുകൊള്ളണം. മറ്റുള്ളവരുടെ സന്തോഷത്തിൽ നാം അവരെ കൂടെ നിൽക്കണം. പാവപ്പെട്ടവരെ കണ്ണീരൊപ്പുന്നവനാകണം. നമ്മളാൽ കഴിയുന്ന രീതിയിൽ, അത് കേവലം പണം കൊണ്ടെന്ന് മാത്രമല്ല, ഏത് രീതിയിലെല്ലാം ഒരാളെ സന്തോഷിപ്പിക്കാൻ കഴിയുമോ, ആർക്കെല്ലാം എങ്ങനെല്ലാം വിഷമമുണ്ടോ അതൊക്കെ കണ്ടറിഞ്ഞുകൊണ്ടോ അവനെ കൂടെ നിൽക്കാൻ കഴിയുമോ, അവനൊന്ന് ആ സമയത്ത്, റബ്ബേ ആരുമില്ലാത്ത സമയത്ത് ഇയാളെങ്കിലും ഈ കൂട്ടുകാരനെങ്കിലും എൻ്റെ കൂടെ നിന്നല്ലോ, റബ്ബേ അവനെ നീ സഹായിക്കണമെന്ന് ആ സമയത്ത് അവനൊന്ന് ദ്വാരുന്നാലുണ്ടല്ലോ, അവൻ വലിയ ആകണമെന്നില്ല, അവൻ വലിയ ഇബാദത്തുള്ളവനാകണമെന്നില്ല, അവൻ വലിയ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽ പെട്ടവനാകണമെന്നുമില്ല. അവൻ്റെ ആ വിഷമ സമയത്ത് മനസ്സറിഞ്ഞ് നമുക്കൊരു ദുആ കിട്ടിയാൽ അത് തന്നെ മതി നമ്മുടെ ദുനിയാവും ആഖിറവും വിജയിക്കാൻ. ഈ അവസരം ഒരിക്കലും നാം നഷ്ടപ്പെടുത്തരുത്. ഇതിന് നാം തേടിപ്പിടിച്ചാലേ കിട്ടുകയുള്ളൂ. അല്ലാതെ ഇങ്ങോട്ടും ആരും നമ്മളോട് വിഷമം പറഞ്ഞ് വരികയില്ലല്ലോ. ആർക്കെന്താണ് വിഷമെന്ന് നാം അങ്ങോട്ട് തേടിപ്പിടിച്ച് പോയി കൊണ്ട് നമ്മളിലാകുന്ന ദോഷങ്ങൾ അങ്ങോട്ട് നൽകാൻ നോക്കണം. അതാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
നമ്മെ പഠിപ്പിച്ചത്. ഒരു പാവപ്പെട്ടവന്, ഒരു വിഷമമുള്ളവന് വിഷമം തീർക്കാൻ ഒരു മുഅ്മിൻ കൂടെ നിന്നാൽ അവനിക്കൊരു ചെറിയൊരു സന്തോഷം ഇവിടെ കാരണത്തിൽ കിട്ടിയാൽ അതിൻ്റെ പിന്നാലെ റബ്ബ് ഇവനിക്ക് നൽകാൻ പോകുന്നത് അതിൻ്റെ ഇരട്ടി യൗവതിച്ചില്ലാന നിയമത്തുകൾ, സന്തോഷങ്ങൾ ദുനിയാവും ആഖിറത്തിലുമായിട്ട് അള്ളാഹു നൽകുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നല്ല പ്രവൃത്തി ചെയ്യാൻ നമുക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.